ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ തൃക്കാക്കര. ഓണവുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കാക്കര. അതുപോലെ തന്നെ തൃക്കാക്കര ടെമ്പിൾ, വാമനമൂർത്തി അമ്പലം വളരെ ഫേമസ് ആണ്. അതിനടുത്ത് നിന്നും വെറും 200 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. തൃക്കാക്കര അമ്പലത്തിലേക്ക് നമുക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്നും തൃക്കാക്കര ബസ് റൂട്ടിൽ നിന്നും നമുക്ക് ഈ കാണുന്ന വീട്ടിലേക്ക് 200 മീറ്റർ ആണ് ദൂരമുള്ളത്. നമുക്ക് 200 മീറ്റർ വരുന്നില്ല, ഒരു 150 മീറ്റേഴ്സ് മാത്രമാണ് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ വീട് ചെയ്തിരിക്കുന്നത് 4.75 സെന്റ് ലാൻഡിലാണ്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. അത്യാവശ്യം നല്ല ഇന്റീരിയറും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിറ്റിംഗ്സും ഒക്കെ ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തൃക്കാക്കരയിലുള്ള വീട്ടിൽ നിന്ന് നമുക്ക് എവിടേക്കൊക്കെ എങ്ങനെയൊക്കെ എളുപ്പത്തിൽ എത്താമെന്ന് തന്നെ ആദ്യം നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ 6 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്റേഴ്സും ലുലു മാളിലേക്ക് 4.2 കിലോമീറ്റേഴ്സുമാണ് ദൂരം വരുന്നത്. മറ്റേ നമുക്കൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിപ്പം തൃക്കാക്കര എന്ന് പറയാം, നിങ്ങൾക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇവിടെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഇവിടുന്ന് 1-2 വഴികളിലൂടെ പോകാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ഈ ഒരു വീട്ടിൽ നിന്നും കുസാറ്റിലേക്ക്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വെറും 2 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ അടുത്താണെങ്കിൽ ഭാരതമാതാ കോളേജ് ഒരു 850 മീറ്റേഴ്സ് മാറിയാൽ ഭാരതമാതാ കോളേജായി. നൈപുണ്യ സ്കൂൾ, നമുക്കറിയാം ഇവിടുത്തെ കാക്കനാട് ഏറ്റവും നല്ല സ്കൂളാണ് നൈപുണ്യ. അവിടേക്ക് വെറും 1.4 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ സൺറൈസ് നമുക്ക് ഇവിടുന്ന് 1.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് 2 സൈഡിലൂടെ ആക്സസ് ഉണ്ട്. ഒന്ന് നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡ് വഴി വന്ന് ഈ ഒരു തൃക്കാക്കര അമ്പലത്തിന്റെ ലൊക്കേഷനിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നും ആക്സസ് ഉണ്ട്. അതുകൂടാതെ ടെമ്പിൾ കഴിഞ്ഞിട്ട് വരുന്ന വഴിയുണ്ട്, അവിടെ നിന്ന് നമുക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ 2 സൈഡിലൂടെയും ഈ കാണുന്ന വീട്ടിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്നതാണ്. ഞാൻ പറഞ്ഞു 4.75 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടെ കാക്കനാട് NPOയിൽ എല്ലാവർക്കും അറിയുന്നതാണ് നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറി. അവിടേക്ക് വെറും 2.1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ട് വളരെ അടുത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ഥലങ്ങളിലേക്കുള്ള ദൂരം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നമുക്ക് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് വില്ലകളുടെ ഇടയിലായിട്ടാണെന്ന് നമുക്ക് പറയാം. ഈ കാണുന്ന ഏരിയയിലൊക്കെ നിറയെ വീടുകളാണ്. പുതിയ വീടുകൾ പണി കഴിഞ്ഞിട്ട് ചിലരത് താമസമായിട്ടുണ്ട്, ചില വീടുകൾ ഫിനിഷിംഗ് സ്റ്റേജിൽ നിൽക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പെട്ട ഏരിയോ അങ്ങനെയൊന്നുമല്ല, നിറയെ വീടുകൾ തന്നെയാണ് നമുക്ക് ഈ കാണുന്ന വില്ലയുടെ അടുത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന് നമുക്ക് മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. മതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നടന്നു കയറാനായിട്ട് ഒരു ചെറിയ ഗേറ്റ് മതിലിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വാഹനങ്ങൾ കയറ്റാനൊക്കെ ആയിട്ട് ഒരു മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും ഒരു പോർഷൻ വന്നിട്ട് ജസ്റ്റ് തുറന്നു വയ്ക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റിനകത്ത് കുറച്ചൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഡിസൈനിൽ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ ഭംഗിയുള്ള വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് മതിൽ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിന്റെ ഒരു എലിവേഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു വൈറ്റ് ആൻഡ് പീച്ച് കളറിലുള്ള പെയിന്റ് ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് മെയിനായിട്ട് കാണുന്ന ബേസ് കോട്ട് വൈറ്റ് ആണ് വരുന്നത്. അതിനിടയിലൊക്കെ ആയിട്ടാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ കുറച്ച് വർക്കുകളും വേറൊരു കളറായിട്ട് ടെക്സ്റ്റർ വർക്കൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ അവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്.
വീടിന്റെ ചുറ്റിനും നിങ്ങൾക്ക് നോക്കുവാണെങ്കിലും കാണാം അത്യാവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു മൈൻഡിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എലിവേഷൻ തന്നെയാണ് വീടിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീടിന്റെ അകത്തേക്കുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ ഒരു ഗേറ്റ് തുറന്ന് നമ്മളൊരു പോർഷൻ ഓൾറെഡി തുറന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് ഇതാണ് വീട് ഈ ഒരു ഗേറ്റിന്റെ ഡിസൈൻ വരുന്നത്. ഈ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് ഇവിടുത്തെ കാർ പോർച്ചിലേക്കാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കവേർഡ് ആയിട്ടുള്ള ഒരു വലിയ കാർ പോർച്ച് വിസിബിൾ ആണ്. അത്യാവശ്യം ഒരു വലിയ വാഹനത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്പേസ് ആണ് ഈ ഒരു കാർ പോർച്ചിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് നോക്കുവാണെങ്കിൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു കാറിനും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ടോട്ടലി 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് ലഭിക്കുന്നത്. കാർ പോർച്ചിന്റെ ഏരിയയിൽ മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് കളറുള്ള ടൈലാണ് അവർ വിരിച്ചിരിക്കുന്നത്. അതുകൂടാതെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ സറൗണ്ടിങ് ഏരിയാസും മുറ്റവും എല്ലാം തന്നെ ഭംഗിയായിട്ട് കടപ്പ സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഗ്രാസ് ഒക്കെ അതിനിടയിൽ അവർ പാകിയിട്ടാണ് വളരെ ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിന്റെ നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നമുക്ക് ആദ്യം നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ഈ ഒരു സൈഡിലെല്ലാം തന്നെ ചെടികളൊക്കെ നടാനായിട്ട് അവർ അത്യാവശ്യം ഭംഗിയായിട്ട് കുറച്ച് ഏരിയ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ ഭംഗിയുള്ള കുറച്ച് പ്ലാന്റ്സും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു മതിൽ കണ്ടിന്യൂ ചെയ്ത് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് മതിൽ അവർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു പോർഷൻ വരെയൊക്കെ അവർ കടപ്പ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ബേബി മെറ്റൽസ് ഒക്കെ വിരിച്ചിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് വീടിന്റെ സൈഡൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് നല്ല രീതിയിൽ കടന്നു പോകാൻ നല്ല സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നല്ല സ്പേസ് ആണ്. നമുക്ക് കിച്ചണിന്റെ ബാക്ക് സൈഡ് ഈ കാണുന്നത് വർക്ക് ഏരിയയുടെ പോർഷൻ ആണ്. കിച്ചണിന്റെ ബാക്ക് സൈഡൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് അങ്ങനെ ചുറ്റി ഒരാൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗങ്ങൾ വരെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റേ സൈഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടു. റൈറ്റ് സൈഡ് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇവിടെയാണെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം അവർ ചെയ്തിരിക്കുന്നത്. പകുതി വരെ കടപ്പ സ്റ്റോൺസും ഇവിടെ അങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് കുറച്ച് ബേബി മെറ്റൽസ് ഒക്കെ വിരിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം നമുക്ക് മണ്ണായിട്ട് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആക്ച്വൽ മണ്ണ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടുത്തെ റെഡ് സാൻഡ് ആണ്, ചുവന്ന മണ്ണാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു കിണർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ്. നമുക്ക് ഇവിടെ വെൽ വാട്ടറും ഉണ്ട്, ഓൾസോ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഉള്ളത്. അപ്പോൾ ഈ റെഡ് സാൻഡ് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇവിടെ അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഡ്രിങ്കിങ് വാട്ടറാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ മണ്ണൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റിലാണ് സിറ്റ് ഔട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പില്ലറൊക്കെ വന്നിട്ടാണെങ്കിലും അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈനിലൊക്കെ ടെക്സ്റ്റൈൽ വർക്കുകളും കുറച്ച് ലൈനുള്ള ഡിസൈനുകളൊക്കെ വന്നിട്ട് ഭംഗിയാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ തന്നെയാണ്. നമുക്ക് മാർബിൾ ഹോംസിലേക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. കുസാറ്റിന്റെ അടുത്ത്, കളമശ്ശേരി കുസാറ്റിന്റെ അടുത്തും തൃക്കാക്കര ടെമ്പിളിനടുത്തൊക്കെ വീഡിയോ ചോദിച്ചാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് വിളിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് സത്യം പറഞ്ഞാൽ വീടുകൾ കിട്ടാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്തിന് അതിൻ്റെതായ ഒരു ലാൻഡ് വാല്യൂ ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സ്റ്റോറി തന്നെയാണ്. തൃക്കാക്കര വളരെ ഫേമസ് ആയ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നമുക്കൊരു ലാൻഡ് കിട്ടിയ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം നല്ല കോസ്റ്റ് ആകും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ മാർബിൾ ഹോംസ് എന്ന എൻ്റെ ഈ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് വീടുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ ഒരുപാട് പേർക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ചെയ്യേണ്ടത് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബറുടെ നമ്പേഴ്സ് കൂട്ടിത്തരിക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. നമ്മൾ വീടിന്റെ സിറ്റ് ഔട്ട് അങ്ങനെ പരിചയപ്പെട്ടു. ഇതിന്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നിറയെ നമുക്ക് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ഈ ഏരിയ ഒക്കെ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. വീടിന്റെ ഒരു മെയിൻ എൻട്രൻസ് ഒക്കെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിൽ തന്നെയാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. 2 പീസ് ആയിട്ടാണ് നമുക്ക് ഇതുപോലെ 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് മെയിൻ ഡോർ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്ത് നേരെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയൊരു പാസേജ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡ് ഭാഗത്ത് കുറച്ച് ഓപ്പണിങ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പെർഗോള മോഡലിലാണ് അവർ കുറച്ച് ഓപ്പണിങ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ഒക്കെ കടക്കാവുന്ന രീതിയിലാണ് അവർ ആ ഒരു ഓപ്പണിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്.
ആ ഒരു പാസേജിലൂടെ നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫ്ലോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു ഗ്രേ കളറിലുള്ള ഒരു ടൈലാണ് നമുക്ക് ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും മാറ്റ് ഫിനിഷുള്ള ടൈലുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഒരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഇവിടുത്തെ ഫ്ലോറിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഈ 2 ഭാഗത്ത് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് വരുന്നുണ്ട്. അപ്പോൾ ലിവിങ് സ്പേസിൽ തന്നെ നമുക്ക് ഏകദേശം 4 സൈഡിലായിട്ടാണ് അവർ വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ഈ ഒരു TV യൂണിറ്റിന് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലുള്ള വോളാണ്, വാൾപേപ്പറൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർ ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് അവർ TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ വന്നിട്ട് വൈറ്റ് കളറിലുള്ള മൾട്ടിവുഡിലാണ് അവർ കുറച്ച് നമുക്ക് ഓപ്പണിങ്സും അതുപോലെ ക്ലോസ് ചെയ്യാവുന്നതുമായ ഡോർസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അട്രാക്റ്റീവായിട്ടും പ്യൂർലി സ്റ്റാൻഡേർഡ് ആയ രീതിയിലുള്ള വർക്കുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് സ്പേസിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സീലിംഗിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവരവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരുപാടൊന്നും വാരി വലിച്ചിടാതെ ആവശ്യത്തിന് മാത്രമുള്ള ഫിറ്റിംഗ്സും ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ ഇനി നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഡൈനിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ കിട്ടുന്നത്. ഏകദേശം ഒരു 8 പേരെ അല്ലെങ്കിൽ ഒരു 10 പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ ഡൈനിങ് ഏരിയയിൽ നമുക്ക് ലഭിക്കുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 4 വിൻഡോസ് ആണ് അവർ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല ഭംഗിയുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റൂഫ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ നോക്കിയാൽ കാണാം, 2 സൈഡിലായിട്ട് ഭംഗിയുള്ള 2 ഷാൻലിയർ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന് ചുറ്റിനും റൂമിന് ചുറ്റിനും അവർ ബോർഡർ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കുറച്ച് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പോർഷൻ മുകളിൽ റൂഫ് ചെയ്തിട്ടും ബാക്കിയുള്ള ഒരു പോർഷൻ അവരെ കവർ ചെയ്യാതെ ഡബിൾ ഹൈറ്റഡ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് വീടിന്റെ ഏറ്റവും ടോപ്പ് നമുക്ക് വിസിബിൾ ആണ്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് അവർ വാഷ് ബേസിനൊക്കെ വെച്ചിരിക്കുന്നത്. സെപ്പറേറ്റ് കോർണറിലായിട്ട് ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്. അതിന്റെ വോളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ കളറിലുള്ള ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണെങ്കിൽ നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈലുകളൊക്കെ ഒട്ടിച്ച് ഈ ഭാഗത്തൊരു വൈറ്റ് കളറാണ് ബേസ് വരുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വാഷ് ബേസിന് ഇതെല്ലാം തന്നെ സൊമാനിയാണ് അവർ ബ്രാൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ താഴെയുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന കബോർഡുകളായിട്ടൊക്കെ തിരിച്ചിട്ട് വളരെ ഭംഗിയായിട്ടാണ് വാഷ് ബേസിൽ ഇരിക്കാനുള്ള ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയ കളറുകൾ മാത്രം വരുന്ന രീതിയിലുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് ചെയ്തിരിക്കുന്നത്. മുകളിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്, താഴെയും വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ തുറക്കാവുന്ന രീതിയിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ക്രോക്കറി ഷെൽഫാണ് അവരിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് നമുക്ക് 4 ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 4 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമും കൂടെ വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ നമുക്ക് 2 ബെഡ്റൂംസ് ആണ് കിട്ടുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ അത്യാവശ്യം എല്ലാ ബെഡ്റൂമുകളും തന്നെ വലുപ്പത്തിലുള്ളതാണ്. ഈ ഒരു ബെഡ്റൂം മാത്രമാണ് ഒരു കുട്ടിക്ക് ഒരു വലിപ്പം കുറച്ചിട്ട് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ട് വാസ്തുപരമായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന വീടിന്റെ ദർശനം വരുന്നത്, ഈ വീടിന്റെ ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. കിഴക്കോട്ടാണ് ഈ കാണുന്ന വീടിന്റെ ഫേസ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനകത്ത് നമുക്ക് വിൻഡോസ് വരുന്നത് ഈ 2 ഭാഗത്തായിട്ടാണ്. 3 വിൻഡോസ് വീതമാണ് ഈ 2 ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ വാർഡ്രോബ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു റീഡിംഗ് റൂമൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ചെറിയ കബോർഡാണ് ഈ ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്യാവുന്ന ഓരോ ഡോർസ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഏരിയ അവർ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ അധികം ഒന്നും കാണാത്ത റെയർ ആയിട്ടുള്ള ഡിസൈനാണ്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഡോറിന് അവർ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു പടി താഴേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അകത്ത് നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെ പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ബാത്റൂമിനകത്തെ ഫിറ്റിംഗ്സ് എല്ലാം ഞാൻ പറഞ്ഞു സൊമാനിയുടെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേ കളറിൽ ഒരു ഗ്ലോ തോന്നിക്കുന്ന ഒരു ടൈലാണ് ഇതിനകത്ത് വോളിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഡൈനിങ് സ്പേസിലേക്ക് വന്നു. ഇനി നമുക്കിവിടെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് വരുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ട്, രണ്ട് സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വീതം ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ വാർഡ്രോബ് എവിടെയാണെന്ന് ഡൗട്ട് തോന്നുന്ന രീതിയിലാണ്. ബിക്കോസ് ഇതിന്റെ വോള് വന്നിട്ട് വൈറ്റ് കളറാണ്. ഇവിടുത്തെ വാർഡ്രോബ് ആണെങ്കിലും സെയിം ആ ഒരു വൈറ്റ് കളർ തന്നെയാണ്. നമുക്ക് ഹാൻഡിൽ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നതെന്ന്. ഇതുപോലെ നമുക്കിങ്ങനെ വലുതായിട്ട് തുറക്കാവുന്നത്. മുകളിൽ ചെറിയ ചെറിയ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്, താഴെ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ ഈ ഭാഗത്തായിട്ടൊരു മിറർ ഫെസിലിറ്റി കൂടി അവർ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബുകളെല്ലാം തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയ ഡിസൈനൊക്കെ തന്നെയാണ് വാർഡ്രോബിന് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡിസൈനുകളൊന്നുമില്ലാത്ത ഒരു ബെഡ്റൂമാണ്. ഒരുപാട് പേര് ഇപ്പം അങ്ങനത്തെ ഒരു ബെഡ്റൂം ചോദിക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് ബെഡ്റൂമിനകത്ത് ഇതുപോലുള്ള ഫോൾ സീലിംഗ് വർക്കുകളൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും സ്യൂട്ടായൊരു വീട് തന്നെയാണ് ഇത്. ഇതിന് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഷോലൈറ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ബാത്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ചെറിയ ബാത്റൂമാണ്. എല്ലാ ഫെസിലിറ്റികളും തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ വോളിലെയും ഫ്ലോറിലെയും ടൈലുകളൊക്കെ വന്നിട്ട് ഒരു ഗ്രേ കളറാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ആണ് കാണാനുള്ളത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഓപ്പൺ കിച്ചൺ ആയിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എൻട്രൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ഗ്ലോ ഫിനിഷ് തോന്നിക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇവരിവിടെയൊക്കെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വൈറ്റ് ആണ് ബേസ് ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിച്ചൺ വാർഡ്രോബുകളും കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല മാച്ച് ആയിട്ടാണ് കളേഴ്സ് പോകുന്നത്. കിച്ചണിന്റെ ഈ ഒരു ടോപ്പ് ഒക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ഒരു വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് വൈറ്റ് ആണ്. ഇവിടുത്തെ കിച്ചണിലെ ക്യാബിനറ്റ്സ് എല്ലാം വന്നിട്ട് ഗ്രേ കളറാണ്. അപ്പോൾ വൈറ്റ് ആൻഡ് ഗ്രേ കളറുള്ള കോമ്പിനേഷനിലാണ് കിച്ചണിലെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും താഴെയൊക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള കബോർഡ് ഫെസിലിറ്റിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ പിജന്റെ ഒരു ചിമ്മിണി കൂടി അവരവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് 3 ഓപ്പണിങ്സ് വരുന്നത്. കിച്ചണിന്റെ റൂഫ് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ഭംഗിയുള്ള 2 വലിയ LED ലൈറ്റുകളാണ് കിച്ചണിന്റെ മുകളിൽ അവർ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യം ഒരു ചെറിയ വർക്ക് ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുറച്ച് കബോർഡുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നത്. ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് കംപ്ലീറ്റ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഡോറ് വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഏരിയയൊക്കെ നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് നമ്മൾ ആദ്യം ചുറ്റി വന്ന സമയത്ത് നിങ്ങൾ കണ്ടതാണ്. ഈ ഒരു വർക്ക് ഏരിയ തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല സ്പേസ് ആണ് കിട്ടുന്നത്. അവിടെയൊക്കെ തന്നെ നമുക്ക് നല്ല വെജിറ്റബിൾ ഒക്കെ നടണമെങ്കിൽ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നടുന്ന സ്വഭാവമുള്ളവർക്കാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ താഴെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ മുകളിലുള്ള കാര്യങ്ങളാണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹാൻഡ് റെയിൽസ് എല്ലാം നല്ല നല്ല വുഡൻ ബേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കാണുന്ന ഏരിയകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് വളരെ സേഫ് ആയിട്ടാണ് മുകൾ ഭാഗത്ത് വരെ അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതുപോലുള്ള വുഡൻ ബേസ് കൊടുത്തിട്ട് കുറച്ച് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ളിലൊക്കെ അവർ ചെറിയ ചെറിയ LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് ഈ ഒരു വോൾ നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫുഡ് ലാംപ്സ് ഒക്കെ അവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോൾ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു സിമെന്റ് ഫിനിഷ് പോലത്തെ ഒരു കളറിൽ ഇതുപോലുള്ള ഗോൾഡൻ ലൈൻസ് ഒക്കെ വരുന്ന ഒരു ഭംഗിയുള്ള ഡിസൈനാണ് ഈ ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്.
നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വന്ന് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പ്രത്യേകിച്ച് വർക്കുകളൊന്നും അല്ലാതെ നല്ല പ്ലെയിൻ ആയിട്ടാണ്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു റൂഫ് തന്നെയാണ് ഈ വീടിന് കിട്ടിയിരിക്കുന്നത്. അധികം വർക്കുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വളരെ വലിയൊരു ഹാളാണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് 4 വിൻഡോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള പവർ പ്ലഗും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ വുഡൻ വർക്കൊക്കെ ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് TV ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഈ 2 ഭാഗത്തായിട്ട് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ താഴെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂമുകളാണ് കണ്ടത്. ബാക്കി 2 ബെഡ്റൂമുകൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ആദ്യം ഈ ഒരു സൈഡിലുള്ള ബെഡ്റൂം തന്നെ നോക്കാം. ഡോറുകളുടെയൊക്കെ പാറ്റേൺ വരുന്നത് സെയിം തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല ലെങ്ത്തും നല്ല വിഡ്ത്തുമുള്ള ഒരു വലിയ ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് അവർ എയർ സർക്കുലേഷൻ പോസിബിൾ ആക്കിയിരിക്കുന്നത്. റൂഫ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് ഫെസിലിറ്റി അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വുഡൻ കളർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീളത്തിൽ നല്ല ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു വലിയ മിററുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ താഴെ കണ്ടതുപോലുള്ള ആ ഒരു സെയിം ഡോർ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനായിട്ടും അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളുടെയൊക്കെ അകത്തുള്ള ടൈലുകൾ വന്നിട്ട് എല്ലായിടത്തും സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലുള്ള ടൈലാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂം നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂമാണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഈ ഒരു ഭാഗത്തുമായിട്ട് ഈച്ച് 3 വിൻഡോസ് വീതമാണ് 2 സൈഡിലും അവർ കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു വാർഡ്രോബ് ഫെസിലിറ്റി ലഭിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡുള്ള ഒരു വാർഡ്രോബാണ് ഈ ഭാഗത്ത് അവർ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നേരത്തെ കണ്ട പോലെ നല്ല ഡിസൈൻ ഉള്ളൊരു ഡോറാണ് അവർ ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ ഫിറ്റിങ്സ് ആണെങ്കിലും സെയിം തന്നെ ഒരു ഗ്രേ കളർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടലി നമ്മൾ ഇവിടുത്തെ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഭാഗത്തായിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്ക് യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നത്. അവിടുത്തെ ടൈല് വന്നിട്ട് കുറച്ചൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയൊരു ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയ നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ അവർ ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ അഡീഷണൽ ബോണസ് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു റൂം കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു റീഡിംഗ് റൂമാണ് ഈ ഒരു ഭാഗത്ത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുതായിട്ട് തന്നെയാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ പോലെ തന്നെ നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു റീഡിംഗ് റൂം അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ 4 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. +1 ഒരു അഡീഷണൽ റൂമും കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ബുക്സ് ഒക്കെ വെക്കാനായിട്ട് നല്ലൊരു ഷെൽഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു റീഡിംഗ് ടേബിൾ കൂടി അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫും പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് റൂമിൽ നിന്ന് നമ്മൾ തുറക്കുന്ന ഡോറ് നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ബാൽക്കണി സ്പേസിലേക്കാണ്. ബാൽക്കണിയുടെ ടൈലും വന്നിട്ട് കുറച്ച് ഗ്രിപ്പുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വോള് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലുള്ള വോള് നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിയാലും അത്യാവശ്യത്തിന് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഏരിയ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഹാഫ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബാൽക്കണി അവിടെ നിന്ന് വന്നിട്ട് L ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
അപ്പൊ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഫേമസ് ആയിട്ടുള്ള തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് നമുക്ക് എവിടേക്കും ഇടപ്പള്ളി, എറണാകുളം, കളമശ്ശേരി എല്ലാ ഭാഗങ്ങളിലേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. ഹോസ്പിറ്റൽസ് ആണെന്നുണ്ടെങ്കിലും സ്കൂളുകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ഞൊടിയുടെ വേഗത്തിലേക്ക് എത്തിപ്പെടാവുന്ന ദൂരത്തിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇല്ലാത്തതെന്ന് നമ്മൾ ചോദിച്ചാൽ മതി. കാരണം എല്ലാ ഫെസിലിറ്റികളും വളരെ നിയർ ബൈ ആയിട്ട് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റികളൊക്കെ ഉള്ള ഭംഗിയുള്ള ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.75 സെന്റ് ലാൻഡിലാണ്. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 2250 ആണ്. ഇതൊരു 4 BHK പ്ലസ് ഒരു സ്റ്റഡി റൂമോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടും ഒരു സ്റ്റഡി റൂമും കൂടിയാണ് ഈ വീടിനുള്ളത്. നമുക്കിവിടെ 2 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ് കിട്ടുന്നത്. അതുകൂടാതെ ഇവിടുത്തെ വെള്ളത്തിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമുണ്ട്. ഓൾസോ നമുക്ക് KW കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 1.45 CR ആണ്. 1,45,00,000 എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ ഭംഗിയുള്ള വീട് വാങ്ങാനായിട്ടും കാണാനായിട്ടും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.